തലമുറകൾക്ക് അക്ഷരജ്ഞാനമേകിയ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന് 90 വയസ്സ്. പ്രശസ്തരുടെ നിര തന്നെയാണ് 90 വർഷത്തിനുള്ളിൽ യുസിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം നാളെ നിർവഹിക്കും. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ 4 പ്രൊഫസർമാരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. 1921 60 കുട്ടികളുമായി പെരിയാറിന്റെ തീരത്ത് തുറക്കും. നിർബന്ധിത മതപഠനം പാടില്ലെന്ന നിബന്ധനയോടെ രാജാവ് അനുവദിച്ച കച്ചേരി മാളികയിലായിരുന്നു കോളേജിന്റെ തുറക്കം. ഇപ്പോൾ 2000-ഓളം കുട്ടികൾ, 8 PG വിഭാഗങ്ങളും 8 ഗവേഷണ കേന്ദ്രങ്ങളും. കച്ചേരി മാളിക ഇപ്പോൾ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമാക്കിയിരിക്കുകയാണ്. തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ഗാന്ധിജി നട്ട മാവിൻ തൈ കോളേജ് അധികൃതർ അഭിമാനത്തോടെ പരിപാലിക്കുന്നു. അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും ഗുണനിലവാരം മാത്രമാണ് യുസിയുടെ മാനദണ്ഡം. മതേതര ചിന്തകളാണ് യുസിയുടെ മുഖമുദ്ര. ഈ കാണുന്നതാണ് കച്ചേരി മാളിക. അത് രാജാവ് തന്നതാണ്. അതിലാണ് തുടക്കം. അതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ് ആയിട്ട് ഇരിക്കുന്നു. ഈ 90 വർഷത്തിന്റെ ഇടയ്ക്ക് ഇതുവരെ ഒരു സ്റ്റാഫ് അപ്പോയിന്റ്മെന്റിനും ഒരു നയ പൈസ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പ്യുവർലി ഓൺ മെറിറ്റ്. അതുപോലെ 4 ക്രിസ്ത്യൻസ് ചേർന്നാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാലും നോ കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു കാസ്റ്റ് ഓർ ഡിനോമിനേഷൻ ഓർ റിലിജൻ. കോളേജിന്റെ സന്ദർശകരുടെ ഏറിയിൽ മഹാത്മജിയും ഇർവിൻ പ്രഭുവും അടക്കമുള്ളവരുടെ കയ്യൊപ്പുകൾ. നിത്യചൈതന്യ യതിയടക്കം ആത്മീയ, രാഷ്ട്രീയ, സാമൂഹിക, വൈജ്ഞാനിക മേഖലകളിലെ ഒട്ടേറെ പ്രമുഖരുടെ അറിവിന്റെ ലോകം യുസി കോളേജായിരുന്നു. നവതിയോടനുബന്ധിച്ച് പുതിയ കെട്ടിടങ്ങളും ആധുനിക ലൈബ്രറിയുമാണ് യുസി ഒരുക്കുന്നത്. ഇനിയും തലമുറകളെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കും.